അതുകൊണ്ട് തന്നെ നന്നായി കാണാൻ പറ്റുന്നുണ്ട്, വിസിബിളാണ്. നിങ്ങളിത് ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും കാണില്ല എന്ന്, പക്ഷെ കാണുന്നുണ്ട്. ഗൈസ്, നമ്മൾ സ്ക്വിഡിനെ കണ്ടുട്ടോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫോണ് വെള്ളത്തിൽ പോയിട്ട് പ്രശ്നമായ പോലെ ആയതുകൊണ്ടാണ് ഞാനിപ്രാവശ്യം കവറൊന്നും ഇട്ടിട്ടില്ല. ഇനി ഇട്ടാൽ തന്നെ എനിക്ക് സേഫായിട്ട് തോന്നില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. സോ ഞാൻ കരയിൽ തന്നെ വെച്ചേക്കുവാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടേ വെള്ളത്തിനടിയിലെ കാഴ്ചകൾ കാണാൻ പോയതിന്റെ സന്തോഷം കേട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് കേട്ടോ ഈ ഒരു സൺസെറ്റ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മാത്രമല്ല ഈ വിഷ്വൽസ് കിട്ടുക, പക്ഷെ അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ ബീച്ച് കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്കാണ് രാവിലെ ഇറങ്ങിയിട്ട് ഞാനീ നടന്നു പോകുന്നത്. നടന്നു പോകുന്ന വഴിയിൽ നല്ല ഭംഗിയുള്ള പള്ളി കാണാം, നല്ല ഭംഗിയുള്ള കോഫി ഷോപ്സ് കാണാം, പിന്നെ മീതു ഹെൽത്ത് സെന്റർ കാണാം. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റുവേ. എൻ്റെ തൊട്ടു പുറകിൽ കാണുന്നത് തട്ടരളിയാണേ. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഈ തട്ടരളി കാണാൻ തുടങ്ങിയത് കേട്ടോ. അതായത് നല്ല നമുക്ക് പൂക്കൾ കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാൻ പറ്റും. ഒറ്റ ഇതളുകളും ഒറ്റ തട്ടുകളില്ല അല്ല കേട്ടോ ഈ അരളിക്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ കുറേ ബോഗെയിൻ വില്ലകളുണ്ട്. ഇവിടുത്തെ പലതരം സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ചെടികളുണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല ഭംഗിയുള്ള വീടുകൾ കാണാം. പിന്നെ നല്ല ഭംഗിയുള്ള കടച്ചക്കമരം കാണാം. എങ്ങും കടച്ചക്കമരം ഉണ്ടാവുകയെ, എല്ലാ വീട്ടിനകത്തും ഒരു കടച്ചക്കമരം എന്തായാലും ഉണ്ടാവുകയെ. പിന്നെ മീതു ഹെൽത്ത് സെന്റർ കാണാം. അങ്ങനെ ഞാൻ നടന്ന് ഇനി എത്താൻ പോകുന്നത് ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രൗണ്ടിലേക്കാണ്. ഇവിടുത്തെ ഓരോ വീടിന്റെ പ്രത്യേകതയും ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? ഇതുപോലെ നല്ല നീളം മതിലുകളും അതുപോലെ അടച്ചുറപ്പുള്ള വാതിലുകളും എല്ലാ മതിലുകൾക്കും ഉണ്ടാവും കേട്ടോ. നല്ല പ്രൈവസി ആയിട്ടാണ് കേട്ടോ ഓരോ വീടും. ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി മുറികളുള്ള വീടും അതുപോലെ തന്നെ നടുമുറ്റമുള്ള വീടും. ആ നടുമുറ്റത്തിൽ കുറേ ചാമ്പങ്ങ മരങ്ങളും മുരിങ്ങ മരങ്ങളും അതുപോലെ തന്നെ കറിവേപ്പ് മരങ്ങളും ഒക്കെ ഉണ്ടാവേ. അങ്ങനെ നമ്മൾ അതെല്ലാം കടന്ന് ഇവിടെ അടിപൊളി ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ എത്തിയത്. ഇവിടെ കുറെ ആളുകൾ ജോഗിങ്ങിന് വരാറുണ്ട്. കുറെ ആളുകൾ ഇവിടെ എന്താ പറയാ എക്സസൈസും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു ഗ്രൗണ്ടാണ് ഇത്. പിന്നെ ഈ നാട്ടിലെ ആളുകളുടെ ഫുട്ബോൾ പ്രാക്ടീസും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. നല്ല അടിപൊളി ഗ്രൗണ്ട് തന്നെയാണ് ഇത്. ഇതെല്ലാം കടന്നു വേണം കേട്ടോ നമുക്ക് ഈ സൺസെറ്റ് ബീച്ചിലേക്ക് എത്താനായിട്ട്. ഈ കഥയുടെ ബാക്കി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ബാക്കി ഭാഗം ഞാൻ എന്തായാലും